അപ്പൊ ഈ വീക്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1992 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഹോളിവുഡ് ചിത്രമാണ് അൺഫോർഗിവൺ. ഇത് നമ്മുടെ ക്ലിന്റ് ഈസ്റ്റ്വുഡ്, എല്ലാവർക്കും അറിയാം ഈ ഗുഡ് ബാഡുകളൊക്കെ ചെയ്തിട്ടുള്ള ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഡയറക്ട് ചെയ്തതും പുള്ളിക്കാരൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വെസ്റ്റേൺ ആക്ഷൻ ചിത്രമാണ് അൺഫോർഗിവൺ. അപ്പൊ ഈ പടം എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവീസിൽ പെട്ട ഒരു പടമാണ്. കാരണം എനിക്ക് വെസ്റ്റേൺ സ്റ്റൈൽ പടം വളരെ ഇഷ്ടമാണ്. ഞാൻ സിഗ്നേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിലെ വെസ്റ്റേൺ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഒരു കൗബോയ് ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പക്കാ വെസ്റ്റേൺ കാലഘട്ടം ചിത്രീകരിച്ചിട്ടുള്ള ഒരു സൂപ്പർ പടം, ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറയാം. ഒരു കിടിലൻ സാധനമാണ് ഈ അൺഫോർഗിവൺ എന്ന് പറയുന്നത്. അപ്പോ ഈ പടത്തിന് ക്ലിന്റ് ഈസ്റ്റ്വുഡിന് ബെസ്റ്റ് ഡയറക്ടറായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ജെനക്മാന് ഈ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായിട്ടും അതുപോലെ തന്നെ ബെസ്റ്റ് പിക്ചറായിട്ടൊക്കെ അവാർഡ് നേടിയിട്ടുള്ള ചിത്രമാണിത്, അന്ന് ഓസ്കാർ. സോ ഇതൊരു എന്താ പറയുക, ഈ കൗബോയ് കാലഘട്ടത്തിലെ പടങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പടം എന്തായാലും കണ്ടു നോക്കണം. അത്രയും കിടിലൻ സിനിമയാണിത്. അപ്പൊ ഇതിലെ കാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡാണ് ഇതിൽ ലീഡ് റോൾ ചെയ്യുന്നത്. വില്യം മുന്നി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള മോർഗൻ ഫ്രീമാൻ. പുള്ളിക്കാരനൊരു കഥ നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇപ്പൊ സോഷ്യൽ അഡോപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരന്റെ ഒരു വർത്താനവും സൗണ്ടും നറേഷനൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ നറേഷനൊന്നല്ല, ഇതിൽ ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് റോൾ ക്യാരക്ടറാണ് ഈ മോർഗൻ ഫ്രീമാൻ ചെയ്യുന്നത്. കിഡിലൻ ഒരു റോളുമാണ്. അതൊരു നെഡ് ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓൾഡ് പാർട്ട്ണർ ആയിട്ടുള്ള ഒരു ബൗണ്ടി ഹണ്ടർ ആണ് ഈ നെഡ് ലോഗൻ. ക്ലിന്റ് ഈസ്റ്റ്വുഡ് തന്നെ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്, റിട്ടയർഡ് ബൗണ്ടി ഹണ്ടർ ആണ്. അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ബൗണ്ടി ഹണ്ടർ ആണ്. റിട്ടയർ ചെയ്തിട്ട് തന്റെ ഫാമിലി ആയിട്ട് ഒരു കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഇതിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ്. പിന്നെ ജെനക്മാൻ ഇതിലൊരു ഷെരീഫാണ്, ഷെരീഫ് ഡാഗറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതൊക്കെയാണ് ഇതിൽ പറയേണ്ട ക്യാരക്ടേഴ്സ്. ഇനി ഇതിലെ കഥയിലോട്ട് വരാം. കഥയിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഇതിൽ ഒരു റിട്ടയർഡ് ബൗണ്ടി ഹണ്ടർ ആണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം 2 മക്കളൊക്കെ ആയി. പിന്നെ ഭാര്യ മരിച്ചു പോയതിനു ശേഷം ഈ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാര്യക്ക് വേണ്ടി ഈ ഒരു ലൈഫൊക്കെ വിട്ട് ഒരു ഫാമിംഗ് ഒക്കെ തുടങ്ങി. ആ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ തന്നെ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാം ചെയ്തിട്ടുള്ള വരുമാനത്തിൽ നിന്ന് അത്ര പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരന് ഫാമിങ് പൊതുവെ അറിയില്ലല്ലോ, ഒരു ബൗണ്ടി ഹണ്ടർ ആയിരുന്നല്ലോ. അങ്ങനെ അതിന് ഒരു പോവർട്ടി ആയിട്ട് പോയെടുക്കുന്ന സമയത്താണ് ഒരു സ്കോഫീൽഡ് കിഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് ഇതില്. അതൊരു യങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ഗൺമാനാണ്. ഇതിലൊരു ബൗണ്ടി ഹണ്ടർ തന്നെ. പുള്ളിക്കാരൊരു ഓഫർ കിട്ടുകയാണ്. എന്ന് വെച്ചാല് ഇത് ബിഗ് വിസ്കി എന്ന് പറഞ്ഞ ടൗണിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ ഈ ബിഗ് വിസ്കിയിലുള്ള ഒരു ബ്രോത്തലുണ്ട്, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉള്ളത്. സോ അവിടെയുള്ള ഈ ഡെലീല ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ 2 കൗബോയ്സ് അറ്റാക്ക് ചെയ്തു. കട്ട് ചെയ്തിട്ട് കുറച്ച് പ്രശ്നമായി, കുറച്ച് വിഷയമായി. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവര് കേസ് കൊടുത്ത സമയത്ത് അന്നവിടെ ഷെരീഫ് എന്ന സംഭവമൊക്കെയാണ്, ഈ പോലീസ് എന്ന സംഭവം ഷെരീഫ്സ് ആണ് ആ സമയത്തൊക്കെ. ഈ ഷെരീഫ്സിനടുത്ത് പോയിട്ട് അന്നുണ്ടായിരുന്ന ഷെരീഫ് ഡാഗറ്റ് എന്നുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ലിറ്റിൽ ബിൽ എന്നാണ് അതിൽ ഒരു ഇരട്ട പേര്, ഒരു നിക് നെയിം ഒക്കെ പോലെ വിളിക്കല്. പുള്ളിക്കാരനടുത്ത് നിന്നിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാവരും കൂടി കേസ് കൊടുക്കും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ജസ്റ്റിസ് അവർക്ക് കിട്ടുന്നില്ല. സോ അവരെന്ത് ചെയ്യും, ആ ഒരു അറ്റാക്ക് ചെയ്ത ആളുടെ തലയിൽ ഒരു ബൗണ്ടി വെക്കും. ഈ ബൗണ്ടി ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും. അങ്ങനെ ഈ സ്കോഫീൽഡ് കിഡ് എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യും, ഈ അത്യാവശ്യം യങ് ആണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ ആവശ്യം ഉണ്ടായാൽ ഈ ബൗണ്ടി നടത്തുന്നുണ്ടെങ്കിൽ. സോ എന്ത് ചെയ്യും, നേരെ നമ്മുടെ നായകനായിട്ടുള്ള വില്യമിന്റെ അടുത്ത് പോകും. ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ അടുത്ത് ചെന്നതിന് ശേഷം പറയും ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ ബൗണ്ടി ഉണ്ട്. അപ്പൊ പുള്ളിക്കാർ ഇതൊക്കെ നിർത്തിയെങ്കിൽ പോലും ഈ ഒരു എമൗണ്ട് കേട്ടപ്പോ അത് എനിക്ക് ആവശ്യമുള്ള രീതിക്ക്, ഈ ഒരു എമൗണ്ട് നമുക്ക് എനിക്ക് ആവശ്യമുണ്ട്, അപ്പൊ ഒന്നും കൂടി ഇറങ്ങാം, തിരിച്ചിറങ്ങാന്ന് പറഞ്ഞിട്ടൊരു ഒരു കംബാക്ക് ആണ് ശരിക്കും ആ ഒരു ഫീൽഡിലോട്ട്, ബൗണ്ടി ഹണ്ടിങ്ങിലേക്ക്. അപ്പോ പുള്ളിക്കാരൻ പാർട്ണറാണ് പണ്ടത്തെ ഈ മോർഗൻ ഫ്രീമാൻ, നെഡ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരനെ കൂട്ടി ഈ ബൗണ്ടി ഹണ്ടിങ്ങിന് പോകുന്നതാണ് കഥ. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ആണ് ഈ സ്റ്റോറി. ഒരു അൺഎക്സ്പെക്ടഡ് എൻഡിങ് ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ. എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് അവസാനിക്കാന്നുള്ളതൊന്നും. അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിഡിലനാണ്. പിന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡയറക്ടറായിട്ടാണ്. ആസ് ആൻ ആക്ടറിനെക്കാളും എനിക്ക് ഡയറക്ടറായിട്ടാണ് പുള്ളിക്കാരനെ ഏറ്റവും ഇഷ്ടം. പുള്ളിക്കാരന്റെ മറ്റ് ഡയറക്ട് ചെയ്ത പടങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. സോ ആസ് ആൻ ആക്ടർ പുള്ളിക്കാരനെ കൂടുതൽ നല്ല സ്റ്റൈലാണ്, ഫിഗർ നല്ല രസമാണല്ലോ കാണാൻ. പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടം പുള്ളിക്കാരന്റെ ഡയറക്ഷനാണ്. സോ ഇതിലും തന്നെ ഡയറക്ഷനൊക്കെ പക്ക പെർഫെക്റ്റ്ലി ഡയറക്റ്റഡ് ആണ് ഈ പടമൊക്കെ. കംപ്ലീറ്റ് ആണ്. അതിലൊന്നും ചെയ്യാനില്ല. അത്രയും നന്നായിട്ടാണ് ആ വെസ്റ്റേൺ ക്ലാസിക് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വെസ്റ്റേൺ സ്റ്റൈൽ പടങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ പടം എന്തായാലും കണ്ടു നോക്കുക. ഇനി നല്ലൊരു ക്ലാസിക് പടം അല്ലെങ്കിൽ പക്ക റിയലിസ്റ്റിക് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സിനിമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പടം എന്തായാലും കണ്ടു നോക്കുക.
ഒരിക്കലും ഈ പടം നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 90% ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇത് ആമസോൺ പ്രൈമിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ, OTT-യില്. അപ്പൊ ഇത് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ മറ്റൊരു വീണ്ടും കാണാം. ബൈ.